ഇവിടെ വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾ മലയാളി കടയിൽ നിന്ന് നമ്മൾ കേരള സ്റ്റോറിൽ നിന്ന് നമ്മൾ ഈ പഴവും ഏത്തപ്പഴവും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം. അപ്പോൾ അതിൽ ഈ പഴമാണെങ്കിൽ ഈ രണ്ടും ഭയങ്കര പച്ചയായിരുന്നു. അപ്പോൾ ഇത് പഴുക്കുമോ എന്ന് നോക്കി അങ്ങനെ ഞാലിപ്പൂവൻ പഴുക്കാതെ തന്നെ പിള്ളേർക്ക് തിന്നേണ്ടി വന്നു. അപ്പോൾ ഇത് പിന്നെ നല്ലപോലെ പഴുത്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു പഴുപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ 4 സൈഡിൽ നിന്ന് 4 ഓർഡറാണ് വന്നിരിക്കുന്നത്. ഒരാൾക്ക് പഴം പുഴുങ്ങണം, പഴം പൊരിക്കണം, നെയ്യ് വറുത്തെടുക്കണം, പഴം നിറയ്ക്കണം, പിന്നാണെങ്കിൽ മറ്റേ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കണം. ഏത്തയ്ക്കാപ്പം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മറ്റേ പഴം പൊരിച്ചതിനില്ലേ, അതിനെയാണ് ഏത്തയ്ക്കാപ്പം എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പഴം എടുത്ത് നമുക്ക് പുഴുങ്ങാനിടാമെന്ന്. ഇന്ന് പുട്ടല്ലേ, അപ്പോൾ ഒരു പഴം പുഴുങ്ങിയിട്ട് പിന്നെ 4ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം പുഴുങ്ങാനിട്ടുണ്ട്.